അഞ്ചാം സ്ഥലം ശിമിയോൻ ഈശോ സഹായിക്കുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് കൈൻഡ്. 2 വർഷം മുമ്പ് ഓസ്കർ വാങ്ങിച്ചൊരു ആനിമേഷൻ ഷോർട്ട് ഫിലിമുണ്ട്, ദ ബോയ് ദ മോൾ ഫോക്സ് ആൻഡ് ദ ഹൗസ്. ഒരു ബ്യൂട്ടിഫുൾ ഫിലിമാണ്. ആപ്പിളിൻ്റെ പ്രൊഡക്ഷനാണ്. അതിൻ്റെ അകത്ത് വീട് നഷ്ടപ്പെട്ട് കാട്ടിൽപ്പെട്ട ഒരു പയ്യൻ, അവനെ സഹായിക്കാൻ വേണ്ടി ഒരു മോൾ, ഒരു ഫോക്സ്, ഒരു ഹൗസ്, ഒരു 3 പേരും കൂടി അവന് വീട്ടിലെത്തിക്കുന്നതാണ് കഥ. അപ്പോൾ ആദ്യം കണ്ടുമുട്ടുന്നത് മോളിനെയാണ്, പെരിച്ചാഴിയാണ്. അപ്പോൾ ഈ പെരിച്ചാഴിയെ ഇവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ ബോയിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് യു വാണ്ട് ടു ബിക്കം വെൻ യു ഗ്രോ അപ്പ്? അപ്പം ഈ പയ്യൻ പറയും, ഐ വാണ്ട് ടു ബി കൈൻഡ്. എത്ര ബ്യൂട്ടിഫുൾ ഉത്തരമാണ്, ഐ വാണ്ട് ടു ബി കൈൻഡ്. ശിമുവിൻ്റെ കൈൻഡ്നെസ്സാണ് നമ്മൾ കാണുന്നത് കുരിശിൻ്റെ വഴിയിൽ. കൈൻഡ് ആവുക, കുറേയും കൂടി കരുണയുള്ള മനുഷ്യരായിട്ട് മാറുക. ഞാൻ കഴിഞ്ഞ മാസം നേപ്പാളിലൊരു യാത്രയ്ക്ക് പോയി. നേപ്പാളിൽ ഇതിന് മുമ്പ് ഒരു 10 വർഷം മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും പോവാണ്. പക്ഷേ ഈ തവണ പോയപ്പോൾ എന്തോ ഭയങ്കര നെഗറ്റീവായിരുന്നു. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ടാക്സി കയറിയിട്ട് ആ ടാക്സിക്കാരൻ പറ്റിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് മൗണ്ട് എവറസ്റ്റ് കാണുന്ന ഒരു മൗണ്ടൻ ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കയറി മൗണ്ട് എവറസ്റ്റ് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് വൈകിയാണെങ്കിൽ ടേക്ക് ഓഫ് ചെയ്തു, പക്ഷേ ബാഡ് വെതർ കാരണം തിരിച്ചു വന്നു. പിന്നെ 2-3 ഫ്ലൈറ്റുകൾ ക്യാൻസലായി പോയി. റോഡെന്ന് പറഞ്ഞാൽ വളരെ മോശം റോഡാണ്. കുറേ സമയം എടുത്ത്, കുറേ ടയേർഡായി. അപ്പോൾ മനസ്സിലിങ്ങനെ കരുതി ഇനി നേപ്പാളിലേക്ക് പോകണ്ട. കാരണം അവിടുത്തെ പല മനുഷ്യരുടെ പെരുമാറ്റവും അവിടുത്തെ റോഡും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം തന്നെ ഇത്തിരി വിഷമിപ്പിച്ചു. അപ്പോൾ അങ്ങനെയാണ് ചിന്തിച്ചത്, പോകണ്ടെന്ന് ചിന്തിച്ചു. അപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി റോഡിലൂടെയുള്ള യാത്ര വേണ്ടെന്ന് വെച്ചു. ബസ്സിൽ വരാമെന്നാണ് ആദ്യം പ്ലാനിട്ട്. പക്ഷേ ഈ റോഡിൻ്റെ മോശാവസ്ഥ കണ്ടപ്പോഴേക്കും ഫ്ലൈറ്റ് എടുക്കാൻ കരുതി. അപ്പോൾ അവിടെ ഫ്ലൈറ്റ് ഭയങ്കര പൈസയൊന്നുമില്ല, എക്കണോമിക്കൽ ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, ചെറിയ ഫ്ലൈറ്റുകൾ. അപ്പോൾ ഞാനിങ്ങനെ കരുതി ഇവിടുന്ന് അവസാനം നിന്ന സ്ഥലം പോഖ്ര എന്ന് പറഞ്ഞ സ്ഥലമാണ്. പോഖ്രയിൽ നിന്ന് ചെക്ക് ചെയ്തപ്പോഴേക്കും നേപ്പാൾഗഞ്ചാണ് ഇന്ത്യയുടെ ബോർഡറിൻ്റെ അടുത്തുള്ള സ്ഥലം. അപ്പോൾ നേപ്പാൾഗഞ്ചിലേക്ക് പറക്കാൻ കരുതി. സമയം നോക്കിയപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. സോ ഫൈൻ. എനിക്ക് ലക്നൗവിൽ നിന്ന് രാത്രി ഫ്ലൈറ്റ് ഉള്ളു. രാത്രി 10 മണിക്ക് എനിക്ക് ലക്നൗവിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ നേപ്പാൾഗഞ്ചിൽ ഇറങ്ങിയിട്ട് പിന്നെ ബൈ റോഡ് ഒരു 5 to 6 hours ബൈ റോഡ് ബസ്സിൽ യാത്ര ചെയ്യണം. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് എന്തായാലും ഒരു 8-9 മണിയോടുകൂടി എനിക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റും. സോ എനിക്ക് ഫ്ലൈറ്റ് മിസ്സാവില്ല എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോരേണ്ട ദിവസം ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. രാവിലത്തെ 8:30 മണിക്കത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. 8:30 മണിക്കത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ 2 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുമല്ലോ, അങ്ങനെയുള്ള പ്ലാനിലാണ് നിന്ന് വെച്ചത്. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാട്സപ്പിലേക്ക് ടിക്കറ്റ് വന്നു, മെയിലിൽ ടിക്കറ്റ് വന്ന് നോക്കിയപ്പോഴേക്കും 2 ടിക്കറ്റ് വന്നിട്ടുള്ളൂ. 2 ടിക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ 2 ഫ്ലൈറ്റാണ്, കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. ഇവിടെ നിന്ന് പോഖ്രയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കൊരു ഫ്ലൈറ്റ്, കാഠ്മണ്ഡുവിൽ നിന്ന് പിന്നെ നേപ്പാൾഗഞ്ചിലേക്ക് അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ കാഠ്മണ്ഡുവിൽ നിന്ന് ഫ്ലൈറ്റ് 12:30 ഉച്ചയ്ക്ക് 12:00 അടുത്ത ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കാൽക്കുലേഷനൊക്കെ പൊളിഞ്ഞു. ഞാൻ നമ്പർ തപ്പിയെടുത്തിട്ട് ഇവർ വിളിക്കുകയാണ്, ഈ യതി എയർലൈൻസാണ്, അവർ വിളിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ എടുത്തേ. ഞാൻ പറഞ്ഞു, മാഡം ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഒറ്റ ഫ്ലൈറ്റേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇല്ല സാർ, അവിടെ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടണിൽ നെക്കിയാൽ അറിയാൻ പറ്റും 2 ഫ്ലൈറ്റാണ്. ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്, ഞാൻ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന ആളാണ്, പക്ഷേ നിങ്ങളിങ്ങനെ നിങ്ങൾ ചെയ്ത ചീറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം ഇങ്ങനെ റേസ് ആവുന്നുണ്ട്. ഞാൻ റേസായിട്ടേ പറഞ്ഞു, കാരണം എനിക്ക് ടെൻഷനായി. നമ്മുടെ ഫ്ലൈറ്റ് മിസ് ചെയ്യും, നാട്ടിൽ പോകാൻ പറ്റത്തില്ല, ഇവിടെ വന്നിട്ട് പരിപാടിയുണ്ട്, റേസ് ആവുന്നുണ്ട്. അപ്പോൾ അവർ വളരെ കാം ഡൗൺ ആയിട്ട് സംസാരിക്കുന്നത്. അവർ പറഞ്ഞു, സാർ നിങ്ങൾ പറയണ കേൾക്ക്, ഞങ്ങൾ ചീറ്റ് ചെയ്തിട്ടില്ല, അവിടെ അങ്ങനെയാണ് കിടക്കുന്നത്, ഞാനത് സമ്മതിക്കുന്നൊന്നുമില്ല. സാർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മാഡം എന്തായിരുന്നു അടുത്തൊരു വഴി എന്താണെന്ന് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, കാഠ്മണ്ഡുവിൽ നിന്ന് 10:30 ഒരു ഫ്ലൈറ്റ് ഉണ്ട് സാർ, അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഫൈൻ, അത് മതി, 10:30 ഫ്ലൈറ്റ് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി, അപ്പോൾ എനിക്ക് ഏകദേശം അവിടെ എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ കാഠ്മണ്ഡുവിൽ നിന്ന് 10:30 ഫ്ലൈറ്റ് അവർ ബുക്ക് ചെയ്തതിന് കിഴക്കാണ്. അത് കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് 10:30 ഫ്ലൈറ്റ് ഞാൻ എത്തണമെങ്കിൽ ഈ നേപ്പാളിൻ്റെ സിറ്റുവേഷൻ എപ്പോൾ വേണമെങ്കിലും വെതർ ചീത്തയോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസലാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലൈറ്റ് വൈകും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഞാൻ 8:30 മണിക്കത്തെ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ 10:30 മണിക്കത്തെ ഫ്ലൈറ്റിൽ എത്താൻ പറ്റില്ല, മിസ്സാവും. അപ്പോൾ അതിന് മുമ്പുള്ള ഫ്ലൈറ്റ് എത്ര മണിക്കാണ് നോക്കുമ്പോൾ 7:30 മണിക്കാണ് ഫ്ലൈറ്റ് തുടങ്ങുന്നത്. അവരുടെ 7:30 മണിക്കത്തൊരു ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് 7:30 മണിക്കത്തെ ഫ്ലൈറ്റിലാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ എത്താൻ പറ്റുമായിരിക്കും, 8:30 ക്യാൻസൽ ചെയ്തിട്ട്. പക്ഷെ അങ്ങനെ ബുക്ക് ചെയ്യും.
ഞാനോർത്ത് രാവിലെ തന്നെ അങ്ങോട്ട് പോവാം, എന്നിട്ട് 7:30 ഫ്ലൈറ്റിന് കയറാൻ പറ്റും നോക്കാം എന്ന ചിന്തയിൽ ഞാൻ അവിടെ ചെല്ലും. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് മൊബൈൽ മെസ്സേജ് വന്നിരിക്കുന്നത് എൻ്റെ 7:30 ഫ്ലൈറ്റ് അവർ ബുക്ക് ചെയ്ത് തന്നിട്ടേക്ക്. 7:30 മണിക്കത്തെ അവർക്കത് മനസ്സിലായിട്ട് അവർ എന്നോട് പറയാതെ അത് ക്യാൻസൽ ചെയ്ത് 7:30 മണിക്കത്തെ ഫ്ലൈറ്റ് ആക്കി. ഭയങ്കര ഹാപ്പിയായി ഞാൻ. അവിടെ ചെന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ 8 മണിക്കാണ് ആ ഫ്ലൈറ്റ് പൊങ്ങുന്നത്. പൊങ്ങിയപ്പോഴും ഞാൻ ഓർത്ത് ദൈവം ഇതെങ്ങനെ അടുത്ത ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യും, കാരണം ഈ ബെൽറ്റിൽ ചെന്ന് നമ്മളുടെ ലഗേജ് നമുക്ക് എടുക്കണ്ടേ, ഇപ്പം എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ ചെറിയ ഫ്ലൈറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചെറിയ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡോർ ഇങ്ങനെ തുറന്ന് വെക്കുമ്പോൾ അത് ലാഡറാണ്, അതിലൂടെ നമ്മൾ ഇറങ്ങുന്നത്. ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും എൻ്റെ ലഗേജ് പിടിച്ചിട്ട് ഒരാളവിടെ പുറത്തേക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇത് എൻ്റെ ലഗേജ് ആണല്ലോ. അപ്പോൾ എൻ്റെ ലഗേജ് തന്നെയാണ്. അപ്പോൾ ഞാൻ കൊടുത്ത് അവിടുത്തെ സിസ്റ്റം അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ കരുതി. ഹാപ്പിയായി ഞാൻ, കാരണം എനിക്ക് സമയം നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ. ഞാൻ ആ ലഗേജ് കൊടുത്തിട്ട് അടുത്ത ഫ്ലൈറ്റ് കൃത്യമായിട്ട് അടുത്ത ഫ്ലൈറ്റിലേക്ക് എനിക്ക് കയറാൻ പറ്റി. ഞാൻ തിരിച്ച് ഇവിടെ നാട്ടിലെത്തിയപ്പോഴേക്കും ഞാൻ അവർക്കൊരു മെസ്സേജ് വിട്ടു. ഒരു നമ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഒരു മെസ്സേജ് വിട്ട് താങ്ക്സ്, ഞാൻ ഇങ്ങനെ കറക്റ്റ് സമയത്ത് എത്തി എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് വിട്ടു. അപ്പോൾ അവർ തിരിച്ച് എനിക്കൊരു മെസ്സേജ് വിട്ട് എങ്ങനെയാണ് സർ, ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ നിങ്ങളെ മോണിറ്റർ ചെയ്യണമായിരുന്നു. വെതർ എങ്ങനെയാണ്, നിങ്ങളുടെ ടൈം കൃത്യമായിട്ട് ഇറക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ ഞാനാണ് നിങ്ങളുടെ ബാഗ് നിങ്ങളുടെ കയ്യിലെത്തിച്ചു. ആൻഡ് ഐ എം വെരി ഹാപ്പി സാർ, നിങ്ങൾ സേഫായിട്ട് നിങ്ങളുടെ സമയത്ത് നിങ്ങൾ എത്തിയില്ലെന്ന് പറഞ്ഞൊരു മെസ്സേജ്. ഞാൻ അവരെ കണ്ടിട്ടില്ല, ബട്ട് ഷീ ഹെൽപ്പ് മീ. ഞാൻ അവർക്ക് തിരിച്ച് മെസ്സേജ് വിട്ടത് അടുത്ത വർഷം നേപ്പാളിൽ കാണാം. ഞാൻ എൻ്റെ കംപ്ലീറ്റ് ചിന്ത മാറ്റിക്കളഞ്ഞു. കാരണം ചില മനുഷ്യരുടെ ഇടപെടലുണ്ടല്ലോ, അവരുടെ കരുണയുടെ ഇടപെടലുണ്ടല്ലോ, അവരുടെ കൈൻഡായിട്ടുള്ള സമീപനം ഉണ്ടല്ലോ, ഇറ്റ് വിൽ ചേഞ്ചസ്. കുറേയും കൂടി കരുണയുള്ള മനുഷ്യരാവാം. ഗുഡ് ഡേ.